ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചാൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ മാത്രമാണോ ജോലി കിട്ടുക? അതെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനും ഫ്യൂച്ചറിൽ അത് പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ഡൗട്ടാണ്, ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ മാത്രമായിരിക്കുമോ എനിക്ക് ജോലി, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമാണോ ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുക എന്നുള്ളത്. ഇത് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു ബെറ്റർ കെയർ കൊടുക്കുക എന്നുള്ളൊരു എയിമോട് കൂടി ഒരു ഹോസ്പിറ്റലിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഹോസ്പിറ്റൽ എന്ന് മാത്രമല്ല അത് ക്ലിനിക്കുകളാവാം, ഹെൽത്ത് കെയർ സെൻറ്ററുകളാവാം, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ബഡ്ജറ്റിങ്, അതേപോലെ റവന്യൂ മാനേജ്മെൻറ്റ്, ബില്ലിംഗ് സെക്ഷൻ ഹാൻഡ്ലിങ്, ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ജോബുകളാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഓവറോൾ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ആക്ടിവിറ്റീസും, ഇപ്പോൾ നമുക്കൊരു ബില്ലിംഗ് തൊട്ട് അതേപോലെ ഒരു ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ഈ പറയുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ HR ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്കറിയാം ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം HR ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. അതായത് നോൺ മെഡിക്കൽ സ്റ്റാഫുകളെയും മെഡിക്കൽ സ്റ്റാഫുകളെയും ഹയർ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യുക, അവരുടെ റിക്രൂട്ട്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ HR ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അതേപോലെ ഹോസ്പിറ്റലിന് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ പ്രകാരമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചാണോ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് നോക്കാനായിട്ട് ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒരു ഹോസ്പിറ്റൽ എല്ലാ രീതിയിലും അതിൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും അവിടെയൊക്കെ ക്വാളിറ്റി മാനേജ് ചെയ്യുന്ന, പ്രോപ്പറായിട്ട് ക്വാളിറ്റി മാനേജ് ചെയ്യേണ്ടി വരും. സോ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഫിനാൻസ്, അഡ്മിൻ, HR, ക്വാളിറ്റി, അതേപോലെ മെഡിക്കൽ ഇൻഷുറൻസ്, അതായത് പേഷ്യൻ്റ് കെയർ റിലേറ്റ് ചെയ്ത് വരുന്നൊരു സെക്ഷനാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഓഫീസ് ഇപ്പോൾ ഏതൊരു സ്ഥാപനം എടുത്താലും അതിനൊരു ഫ്രണ്ട് ഓഫീസാണ്. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഒരു ഹോസ്പിറ്റലിൻ്റെയും ഫ്രണ്ട് ഓഫീസ് വരുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞാൽ ജോബ് കിട്ടാവുന്ന ഒരു പാർട്ട് മാത്രമാണ് ഈ പറഞ്ഞ ഫ്രണ്ട് ഡെസ്ക് എന്ന് പറയുന്നത്. ബാക്കി അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, HR ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് പോലത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു പ്രോഗ്രാമാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനുള്ളിൽ വരുന്ന ഒരു മിസ്കൺസെപ്റ്റാണ്, ഈ കോഴ്സ് കൂടുതലും ആപ്റ്റായിട്ടുള്ളത് ലേഡീസിനാണ്, അല്ലെങ്കിൽ ജെൻസിന് ഇത് പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിങ്ങനൊരു കൺസെപ്റ്റ് വരാനായിട്ടുള്ളൊരു റീസൺ തന്നെ നമ്മൾ പോയിട്ടുള്ള മെജോറിറ്റി ഹോസ്പിറ്റൽസിൻ്റെയും ഫ്രണ്ട് ഡെസ്കിൽ നമ്മൾ അധികവും കണ്ടിട്ടുള്ളത് ലേഡി സ്റ്റാഫുകളെ ആയിരിക്കും. സോ എന്തുകൊണ്ടാണ് ഫ്രണ്ട് ഡെസ്കിൽ അധികവും ലേഡി സ്റ്റാഫ് എന്ന് വെച്ചാൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും, അതായത് ഒരു ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ലേഡീസിന് കുറച്ചുകൂടി പ്ലീസിങ് ആയിട്ട് ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് മെജോറിറ്റി ഹോസ്പിറ്റൽസും ഫ്രണ്ട് ഡെസ്കിലേക്ക് കൂടുതലും ലേഡീസിനെ ഹയർ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും പല ഹോസ്പിറ്റൽസും ജെൻസ് സ്റ്റാഫുകൾ ഫ്രണ്ട് ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. പക്ഷേ മെജോറിറ്റിയും നമ്മൾ നേരെ തിരിച്ച് ലേഡീസിനെ കാണാനായിട്ട് സാധിക്കും. ഇതിലൊക്കെ ഉപരി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ക്വാളിറ്റി, മെഡിക്കൽ ഇൻഷുറൻസ്, ഫിനാൻസ്, ബില്ലിങ്, അങ്ങനത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും തന്നെ ലേഡീസിനെ പോലെ തന്നെ ജെൻസിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരേപോലെ ഓപ്പർച്യൂണിറ്റി, അതായത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ എബിലിറ്റി ഉള്ള ഏതൊരാൾക്കും ഒരു ഹോസ്പിറ്റലിലെ, അത് ലേഡീസെന്നോ ജെൻസെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജോബിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ.
അതായത് നമ്മളൊരു ടോപ്പിക്ക്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ പോയി ഞാൻ കുറേ ടോപ്പിക്കുകൾ ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ജോബിലെത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമായിരിക്കില്ല, ഒരു പേഷ്യൻറ്റിനോടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമായിരിക്കില്ല, നമുക്ക് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരും. അതേപോലെ തന്നെ മെയിൽ ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പല രീതിയിൽ നമ്മുടെ ഒരു ക്ലയൻറ്റുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ആവശ്യമായിട്ട് വരും. സോ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിൽ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. നമുക്കൊരു ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് മുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഇതിനോടൊപ്പം തന്നെ, അതായത് ഒരു സിലബസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്കിൽസും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. അതായത് നമ്മളൊരു സിലബസ് മാത്രം പഠിച്ചു, അതിൽ നമ്മൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എബിലിറ്റീസും കൂടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പേപ്പർ ആൻഡ് പെൻ ബേസ്ഡ് ആണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർസ് ത്രൂ ആണ് മാനേജ് ചെയ്യുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എൻ്റർ ആവുന്നത് തൊട്ട് ഫ്രണ്ട് ഡെസ്കിൽ, അതേപോലെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, നമ്മളുടെ റിവ്യൂ ചെക്കപ്പ്, അതേപോലെ നമ്മുടെ ലാബ് ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ടാണ്. എല്ലാ ഹോസ്പിറ്റൽസ് എന്ന് മാത്രമല്ല, അത് ഈവൻ ചെറിയ ക്ലിനിക്കുകൾ മുതൽ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അത് നമ്മൾ ഒരു ക്ലിനിക്കിൽ നിന്ന് നമ്മൾ മാറി നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ യൂസ് വളരെയധികം കൂടുതലായിരിക്കും. അതായത് ഫ്രണ്ട് ഡെസ്കിലുണ്ടാവും, അതേപോലെ ബില്ലിങ്, അഡ്മിൻ, HR, അങ്ങനത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും, ഈവൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടേഴ്സ്, നേഴ്സ്, ലാബ്, ഇതിലെല്ലാം തന്നെ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് കെയർ ജോബിലേക്ക് പോകാനായിട്ട് നോക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ HIS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു HIS സോഫ്റ്റ്വെയറിൻ്റെ ഇമ്പോർട്ടൻസ്, ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ജോബിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇന്ന ജോബ് മതി, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട് ഓഫീസിൽ ജോബ് മതി, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ മതി, ബില്ലിങ്ങിൽ മതി എന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല ആസ് എ ഫ്രഷർ. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ പോകുന്നത് വരെ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് ഈ HIS സോഫ്റ്റ്വെയറിൻ്റെ യൂസ്. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഈ HIS സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന പോലെ ആകില്ല നമ്മൾ ഒരു ബില്ലിങ്ങിലെ സ്റ്റാഫ് ഇത് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും, അത് ബില്ലിംഗ് ആയിക്കോട്ടെ, അക്കൗണ്ട്സ്, അതേപോലെ ഫ്രണ്ട് ഓഫീസ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തൊക്കെയാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ യൂസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും, അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു അവെയർനെസ് നമ്മൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹോസ്പിറ്റൽ മേഖലയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ, കോഴ്സിൻ്റെ സിലബസ് മാത്രം നോക്കാതെ ഈ രീതിയിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അഡീഷണൽ സ്കിൽസ് എന്തൊക്കെയാണ്, നമ്മൾ പറഞ്ഞ കണക്ക് നിങ്ങളുടെ ലാംഗ്വേജ്, അതേപോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇങ്ങനത്തെ കാര്യങ്ങളും, അതേപോലെ അഡീഷണലി ഇൻഫർമേഷൻ സിസ്റ്റം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ
കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാനായിട്ട് സാധിക്കും.